ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് എഹെസ്കേൽ 48-9 വാക്യമാണ്. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വലിയ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തന്നിട്ട് സകലവും ജീവിക്കും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് നദി എന്ന് പറയുന്നത്. ചലിക്കുന്ന പ്രാണികൾ നമ്മളാണ്. നമ്മളെ ഓരോരുത്തരും ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും പ്രവർത്തിക്കുമാറാകട്ടെ. നമ്മളെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കട്ടെ. നമ്മൾ ചെയ്യുന്നതൊക്കെ വ്യക്തമാകട്ടെ. God bless.